മനോജി നമസ്കാരം. നമസ്കാരം അച്ഛാ. നമ്മൾ ഈ ആത്മീയ ജീവിതത്തെ പറ്റി ആ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഈ ആത്മീയ ജീവിതം ആ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ഒതുങ്ങിപ്പോവാണ്ട് ആ എന്ന് പറഞ്ഞാൽ പുരോഹിത വർഗത്തിനും ആ അതുപോലെ സന്യാസിനികൾക്കും മാത്രം ഒതുങ്ങിപ്പോവാണ്ട് ആ ഈ ആത്മീയ ജീവിതം എല്ലാവർക്കും ആ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പോൾ യുവജനങ്ങൾ, പുതിയ തലമുറ, ഉം, പിന്നെ പല തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്കൊക്കെ ഉം, എങ്ങനെയാണ് ഈ ആത്മീയ ജീവിതം ഉം. നയിക്കാനായിട്ട് പറ്റുന്ന. ഓക്കെ. ഞാൻ ഒരു ഒരു എക്സാമ്പിളിലും തുടങ്ങാം. ഇപ്പോൾ കാട്ടിൽ ആനകളുണ്ട്. കാട്ടാന എന്നാണ് പറയുന്നത്. ഈ ആനകൾ കാട്ടിൽ ജീവിക്കുമ്പോഴത്തേക്ക് ആനയ്ക്കൊരു പ്രകൃതമുണ്ട്. ആനയുടെ ലൈഫ് സ്റ്റൈൽ പ്രത്യേക രീതിയിലാണ് പോകുന്നത് കാട്ടിൽ ജീവിക്കുന്ന ആനകൾക്ക്. പക്ഷേ ഈ കാട്ടിൽ ജീവിക്കുന്ന ആനകളെ ചില മനുഷ്യർ പിടികൂടിയിട്ട് നാട്ടിൽ കൊണ്ടുവരും. നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആനകളെ മെരുക്കും, വർഷങ്ങളെടുത്ത് മെരുക്കും. മെരുക്കി കഴിഞ്ഞിട്ട് മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ ആനയെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം കൊടുക്കും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ കൂപ്പകളിലൊക്കെ തടി പിടിക്കാനാണ് ആനയെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ എഴുന്നള്ളിപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആനയെ ഉപയോഗിക്കും. സോ അതുപോലെ മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബലത്തിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് വലിയ വലിയ ഹ്യൂജ് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ട് ആനയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടിൽ സ്വൈരവിഹാരം നടത്തി കാട്ടിൻ്റേതായിട്ടുള്ളൊരു ജീവിത കൾച്ചറിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആനയെ ട്രെയിനിങ് കൊടുത്ത് മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ആനയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ല. ആ കാട്ടാനകൾ കൂട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സ്വാഭാവികമായിട്ടും ആത്മീയ ജീവിതം നയിക്കാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഡീഫോൾട്ട് മനുഷ്യൻ ആത്മീയ ജീവികളാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ട്രെയിനിങ് കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും, മറ്റുള്ള അറിവുകൾ കൊടുത്തും മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊടുത്തുമൊക്കെ ഈ ആനയെ മെരുക്കുന്നത് പോലെ വേറൊരു രീതിയിൽ മനുഷ്യനെ മെരുക്കും. ഇങ്ങനെ മെരുക്കുന്നത് കൊണ്ടാണ് സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ആത്മീയതയിലേക്ക് വരാൻ പറ്റാത്തത്, ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പം സ്വാഭാവികതയിൽ എല്ലാ മനുഷ്യരിനകത്തും ഈ ആത്മീയ വാസനയുണ്ട്, ആത്മീയ ജീവിതം നയിക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷേ അച്ഛനും അമ്മയും മതവും സൊസൈറ്റിയും എല്ലാം ഇവരെ വേറൊരു കൾച്ചറിൽ മാറ്റുന്നത് കൊണ്ടാണ് ആത്മീയത നയിക്കാൻ പറ്റാതിരിക്കുന്നത്. അവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ചെറിയ വിഭാഗം മാത്രം ആത്മീയ ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടിയിട്ട് അവർ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കും. അതിനാണ് ഈ സന്യാസി വര്യന്മാർ സെമിനാരി പോകുന്നതും മഠത്തിൽ പോകുന്നതും പിന്നെ ഈ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാർ നോക്കുമ്പോൾ അവർക്കൊന്നും ഇത് പറ്റുന്നില്ല, ഇവർക്ക് മാത്രമേ അത് പറ്റുന്നുള്ളൂ. പ്രത്യേക യൂണിഫോം അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട, സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പനും അമ്മയും മതവും എല്ലാം സൊസൈറ്റിയും എല്ലാം നമ്മളെ വേറൊരു രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ അവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, സമ്പന്നനും ദരിദ്രനും, ഏത് ജാതിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഇവർക്കെല്ലാം ഒരുപോലെ ആത്മീയത നയിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ ചെയ്യേണ്ടത് ഈ നമ്മളെ പഠിപ്പിച്ച് കൊളമാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്ത് മാത്രം മതി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിനകത്തൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ ബുദ്ധനാണെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും നാരായണ ഗുരുവാണെങ്കിലും ഈ വ്യക്തികളെല്ലാം ജനിച്ചു വളർന്നൊരു കൾച്ചറുണ്ട്, അവരെ ജനിച്ചു വളർത്തിയ ഒരു മതമുണ്ട്. ഈ സിസ്റ്റത്തിനകത്തുനിന്ന് അവർ പുറത്ത് വന്നിട്ടാണ് അവർ ശരിയായിട്ടുള്ള ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ നിൽക്കുന്ന കൾച്ചറിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്കും ആത്മീയതയിൽ മുന്നേറാൻ പറ്റില്ല. ആകെ ഒരേ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് ഈ സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്ത് വരിക. അങ്ങനെ പുറത്ത് വരാൻ കെൽപ്പുള്ള, തൻ്റെ ഇടമുള്ള, അതിന് മനസ്സൊരുക്കമുള്ള ഏത് വ്യക്തിക്കും ആത്മീയ ജീവിതം സുഗമമാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനയെ മെരുക്കി വേറൊരു സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, മനുഷ്യനെ മെരുക്കി വേറൊരു സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആത്മീയതയും ഭൗതികതയും അല്ലെങ്കിൽ ശരിക്കുമുള്ള മാനുഷിക ജീവിതവും ആത്മീയ ജീവിതവും ഇവർക്ക് തരം തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അതിനും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്. നമ്മൾ വലതേ കൈ കൊണ്ട് നമ്മളെ പരിശീലിപ്പിച്ചതാണ് എഴുതാനും വരയ്ക്കാനും ഒക്കെ.
അല്ലേ? കൈ പിടിച്ച് അപ്പൻ അമ്മ ഒക്കെ നമ്മുടെ പുറത്ത് വലത് കൈ കൊണ്ടാണ് പഠിപ്പിച്ചു, പ്രാക്ടീസ്. ടീച്ചേഴ്സും അങ്ങനെ പരിശീലിപ്പിച്ചു. ഇതേപോലെ ഇടത് കൈ കൊണ്ട് പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇടത് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇടത് കൈ കൊണ്ട് പരിശീലിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് കൈ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ എങ്ങനെ പരിശീലിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തില്ല. സോ ഇതുപോലെ ഇന്ന് ഈ മതവ്യവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാനുഷിക വ്യവസ്ഥയിൽ നിൽക്കുന്ന ആ വ്യക്തികൾക്ക് ചെറിയൊരു പരിശീലനം ചിലപ്പോൾ ആവശ്യം വന്നേക്കും, ആത്മീയതയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി. ആ ഒരു കാര്യം മാത്രം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വ്യക്തികൾക്കും ഇത് പോസിബിളാണ്.